ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സദ്യയുടെ കൂടെ ഒഴിച്ച് കഴിക്കാറുള്ള പരിപ്പ് കറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പരിപ്പ് കറിയും കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് ഒരു പപ്പടം കൂടെ വെച്ചൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ കറിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചെറുപയർ പരിപ്പ് എന്നൊക്കെ പറയുന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ പരിപ്പ് നമ്മൾ ഏത് പാത്രത്തിലാണോ കറി തയ്യാറാക്കുന്ന ആ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ള അളവിൽ നമുക്കൊരു 4 പേർക്ക് നല്ലതുപോലെ കഴിക്കാനായിട്ട് കറി ഉണ്ടാവും. ആ ഒരു അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. പരിപ്പ് വേവാനായിട്ട് ഒരല്പം സമയം എടുക്കും. അപ്പോൾ നമ്മുടെ പരിപ്പൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും 2 പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒന്നുകിൽ പച്ചമുളക് ചേർത്ത് അരച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ 2 വറ്റൽമുളക് ചേർത്ത് അരച്ചെടുത്താലും മതിയാവും. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പരിപ്പ് ഏകദേശം ഒന്ന് വേവാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 മിനിറ്റ് കൂടെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് നല്ലതുപോലെ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും. നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ വേണം ഇതൊന്ന് വേവിച്ച് എടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഈ ഒരു സമയം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവൻ നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി റെഡിയായി കഴിയും. ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള രീതിക്കായിരിക്കും ഈ കറി ഇരിക്കുന്നത്. എന്തായാലും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മളിത് ചോറിൻ്റെ കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പരിപ്പ് കറി ചേർത്ത് ചോറ് കഴിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.